Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning. നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഗുഡ് മോർണിംഗ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ടൈപ്സ് ഓഫ് ഓറിയന്റേഷൻ ആണ്. ടൈപ്സ് ഓഫ് ഓറിയന്റേഷനിൽ നമ്മൾ പറഞ്ഞത് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓറിയന്റേഷൻ ആണ്. ഫോർമൽ ആയിട്ടൊരു സിസ്റ്റമാറ്റിക് മെത്തേഡിലൂടെ നമ്മൾ ന്യൂ എംപ്ലോയിനെ അല്ലെങ്കിൽ ന്യൂ അപ്പോയിന്റീനെ നമ്മുടെ ഓർഗനൈസേഷനിൽ എല്ലാവരായിട്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നവരുടെ വർക്കും വർക്കിംഗ് അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് ഫോർമൽ ഓറിയന്റേഷൻ എന്ന് പറഞ്ഞത്. പേജ് നമ്പർ 57 ഓക്കെ, പേജ് നമ്പർ 57. ഓക്കെ, അപ്പോ ഫോർമൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത് ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് എന്ന് നമ്മൾ നോക്കി. അതിന് ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ്, ഒരുപാട് പ്രൊഫഷണൽസിന്റെ എന്താണ് അസിസ്റ്റൻസും കാര്യങ്ങളും വേണം. സിഇഒ, GM, ഫങ്ഷണൽ ഓർ ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സ്, സീനിയർ മാനേജർ, ലൈൻ മാനേജർ, ഇതെല്ലാം ഒരു കൺട്രോളിലൂടെയാണ് ഈ ഫോർമൽ ഓറിയന്റേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഇതിനെ കുറിച്ചിട്ടൊക്കെയാ ഫോർമൽ ഓറിയന്റേഷനിൽ മനസ്സിലാക്കുന്നത് ആ ഓർഗനൈസേഷന്റെ കൾച്ചർ, വർക്കിംഗ് കണ്ടീഷൻ, അവിടെ വർക്ക് ചെയ്യുന്ന വ്യക്തികൾ അല്ലെങ്കിൽ വർക്കിംഗ് കണ്ടീഷൻ, വർക്കിംഗ് അറ്റ്മോസ്ഫിയർ, നേച്ചർ ഓഫ് ദ വർക്ക്, ഇതെല്ലാം നമുക്ക് ഒരു ഫോർമൽ ഓറിയന്റേഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ നമ്മുടെ ആ ഒരു ഇനിഷ്യൽ സ്റ്റേജില് നമ്മള് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ആരോട് ചോദിക്കും, എങ്ങനെ മനസ്സിലാക്കും എന്നൊക്കെ നമുക്കൊരു ഫോർമൽ ഓറിയന്റേഷനിലൂടെ വ്യക്തമായൊരു ധാരണ കിട്ടും. നെക്സ്റ്റ് ആണ് ഇൻഫോർമൽ ഓറിയന്റേഷൻ. ഇൻഫോർമൽ മെത്തേഡ് ഓഫ് ഇൻജെക്ഷൻ ഇതൊരു ക്വൈറ്റ് അൺപ്ലാൻഡ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. നമ്മൾ ആരും പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന, അതായത് എൻറ്റയർലി അൺപ്ലാൻഡ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഏത് ഇൻഫോർമൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഓൺ എക്സ്പീരിയൻസിലൂടെ സ്വയം വർക്ക് ചെയ്ത് അത് ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ കറക്റ്റ് ചെയ്ത് നമ്മൾ സ്വയം പഠിച്ചെടുക്കുന്നതാണ് ഏത് ഇൻഫോർമൽ മെത്തേഡ് ഓഫ് ഇൻജെക്ഷൻ എന്ന് പറയുന്നത്. ന്യൂ എംപ്ലോയിനെ സംബന്ധിച്ച് അങ്ങനെ ആവുമ്പോൾ പ്രോപ്പർ ആയിട്ട് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം അവർ പുതിയൊരു അറ്റ്മോസ്ഫിയറിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ തന്നെ ഈ വർക്കും കാര്യങ്ങളൊക്കെ സ്വയം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇത്തിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആണ്. സോ നമ്മൾ കമ്മിറ്റ് മിസ്റ്റേക്ക് ഓവർ ആൻഡ് നമ്മൾ ടൈം ടു ടൈം നമുക്ക് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ചില എംപ്ലോയീസ് എന്താണ് ലീവ് ക്വിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള ഓറിയന്റേഷൻ സിറ്റുവേഷനിൽ ആ ഓർഗനൈസേഷനിൽ ലേബർ ടേൺ ഓവർ റേറ്റ് വളരെ കൂടുതലായിരിക്കും. കാരണം ഈ എറേഴ്സും കാര്യങ്ങളും വരുമ്പോൾ സുപ്പീരിയർ എന്തായാലും എംപ്ലോയിനെ വഴക്ക് പറയാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ അവർ ഈ കമ്പനി അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ലീവ് ചെയ്യുന്നതൊക്കെ ആയിട്ട് വരും. ലേബർ ടേൺ ഓവർ റേറ്റ് കൂടുതലായിരിക്കും. ഇനി നമ്മൾ കൂടുതൽ ടൈം ആൻഡ് മണി വീണ്ടും റിക്രൂട്ട്മെന്റ് പ്രോസസ്സിനൊക്കെ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ ഒരു പ്രോസസ് അഡ്വാൻറ്റേജസ് ഒന്നേ ഉള്ളത് ലോങ് ടൈമിലേക്ക് മാത്രമാണ്. വെച്ചാൽ ലോങ് ടൈമിലേക്ക് നമ്മളൊരു എംപ്ലോയിനെ റിക്രൂട്ട് ചെയ്യാണ്, നമ്മൾ ഈ ഒരു എൻറ്റയർ ഓർഗനൈസേഷനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ നമുക്ക് വ്യക്തമായിട്ടൊരു ഓർഗനൈസേഷനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽ മനസ്സിലാക്കണമെങ്കിൽ നമ്മളെല്ലാവരും ഈ ഒരു മെത്തേഡിലൂടെ തന്നെ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ ആണ്. ഫോർമൽ ഓർഗനൈസേഷൻ വെച്ചാൽ പ്ലാൻഡ് ആയിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ന്യൂ അപ്പോയിന്റിനെ ഓർഗനൈസേഷന്റെ വർക്കിനെ കുറിച്ചും വർക്കിംഗ് അറ്റ്മോസ്ഫിയറിനെ കുറിച്ചിട്ടും കൾച്ചറിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു മെത്തേഡാണ് ഫോർമൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ഇൻഫോർമൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത് ക്വൈറ്റ് അൺപ്ലാൻഡ് ആണ്. വർക്ക് സിറ്റുവേഷൻ നമ്മുടെ ഓൺ എക്സ്പീരിയൻസിലൂടെ അല്ലെങ്കിൽ ട്രയൽ ആൻഡ് എററിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയെടുക്കണം. നമ്മൾ ലാസ്റ്റ് പിന്നെ നോക്കിയത് എന്തായിരുന്നു, ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് ഓറിയന്റേഷൻ നോക്കി അല്ലെ. ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് ഓറിയന്റേഷൻ നോക്കി. ഓരോ ഇൻഡിവിജ്വലിനും സെപ്പറേറ്റ്ലി നമ്മൾ ഓറിയന്റേഷൻ പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഡിവിജ്വൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. സോ ഇൻഡിവിജ്വൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. അത് പ്രോഫിറ്റബിൾ അല്ലെങ്കിൽ ബെനിഫിഷ്യൽ സ്മോൾ ഓർഗനൈസേഷൻസിനാണ്. കാരണം സ്മോൾ ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഇയർലി ചിലപ്പോൾ 1 റിക്രൂട്ട്മെന്റ് ഒക്കെ മേ ബി വരുള്ളൂ. അപ്പൊ അങ്ങനെ ആവുമ്പോൾ എന്താണ് ഒരു വ്യക്തിയോ അല്ലെങ്കിൽ 2 പേരൊക്കെ നമ്മൾ ഓറിയന്റേഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്താൽ മതിയാവും. അപ്പൊ അത് എന്താണ് ബെനിഫിഷ്യൽ അവർക്കാണ്. ഇനി ലാർജ് ഓർഗനൈസേഷനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് നമ്പർ ഓഫ് റിക്രൂട്ട്മെന്റ്
പെർ ഇയർ നടക്കും അല്ലെ. ഒരു വർഷത്തിൽ ഇത്ര നമ്പർ ഓഫ് റിക്രൂട്ട്മെന്റും കാര്യങ്ങളൊക്കെ നടക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു കളക്റ്റീവ് ഓറിയന്റേഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും ലാർജ് ഓർഗനൈസേഷനെ സംബന്ധിച്ച് എന്താണ് ബെനിഫിഷ്യൽ എന്ന് പറയുന്നത്. റിക്രൂട്ട് ഹൈലി ട്രെയിൻഡ് പ്രൊഫഷണൽസ് എന്ന് വെച്ചാൽ നമ്മൾ നല്ല രീതിയിൽ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് ഒരു കളക്റ്റീവ് ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഈ ലാർജ് ഓർഗനൈസേഷനിൽ എന്താ പറയാ ഇൻഡിവിജ്വൽ ഓറിയന്റേഷൻ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പൊസിഷനിലേക്ക് റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ലാർജ് ഓർഗനൈസേഷനിൽ ഇൻഡിവിജ്വൽ ഓറിയന്റേഷൻ കൊടുക്കാറ്. ആ ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമേ നമ്മൾ ഓറിയന്റേഷനും കാര്യങ്ങളും കൊടുക്കുന്നത്. ഈ 2 പോയിന്റും എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് സീരിയൽ ഓർ ഡിസ്ജക്റ്റീവ് ഓറിയന്റേഷൻ ആണ്. സീരിയൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത് ആൻ എക്സ്പീരിയൻസ്ഡ് എംപ്ലോയി ട്രെയിൻ ദ ന്യൂ റിക്രൂട്ടിംഗ്. പുതുതായിട്ട് റിക്രൂട്ട് ചെയ്ത എംപ്ലോയിനെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയി എന്ത് ചെയ്യും, ട്രെയിൻ ചെയ്യും. The senior employee act as a trainer, guide or the എന്താ പറയാ റോൾ മോഡൽ. അപ്പൊ സീനിയർ എംപ്ലോയി ആയിരിക്കും ഈ ന്യൂലി റിക്രൂട്ട് ചെയ്തിരിക്കുന്ന എംപ്ലോയിക്ക് ട്രെയിനർ ആയിട്ട്, ഗൈഡ് ആയിട്ട്, റോൾ മോഡൽ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഹെൽപ്സ് മെയിൻറ്റെയിനിങ് എക്സിസ്റ്റിംഗ് റൂൾസ്, കസ്റ്റംസ് ആൻഡ് വർക്ക് കൾച്ചർ. അപ്പോൾ നമ്മളുടെ എക്സിസ്റ്റിംഗ് റൂൾസിനെ കുറിച്ചിട്ട് അവരുടെ ഇൻഫർമേഷൻസ് പറഞ്ഞു കൊടുക്കും, നമ്മുടെ ഓർഗനൈസേഷന്റെ കൾച്ചറിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും, പിന്നെ കസ്റ്റംസ് നമ്മൾ ഫോളോ ചെയ്യുന്ന ബേസും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതും നമ്മൾ എന്ത് ചെയ്യും, ഈ എംപ്ലോയിക്ക് സീനിയർ എംപ്ലോയി പറഞ്ഞു കൊടുക്കും. എൻഷുർ കണ്ടിന്യൂറ്റി ഇൻ വർക്ക് സ്റ്റൈല്. നമ്മള് ഒരു എന്താ പറയാ സീനിയർ അക്കൗണ്ടന്റ് ജൂനിയർ അക്കൗണ്ടന്റിനെ ട്രെയിൻ ചെയ്യിക്കണം. അദ്ദേഹം ചെയ്യുന്ന വർക്കുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ആ വർക്കും കാര്യങ്ങളും അദ്ദേഹത്തിനെ കൊണ്ടും ചെയ്യിച്ച് നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യാണ്. മേ ബി ഈ സീനിയർ അക്കൗണ്ടന്റ് റിട്ടയർഡ് ആവുമ്പോൾ ജൂനിയർ അക്കൗണ്ടന്റ് ഈ ഒരു പോസ്റ്റിലേക്ക് വരണം. ആ ഒരു രീതിയിലായിരിക്കും അവര് പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അഡ്വാൻറ്റേജസ് ഉള്ള പോലെ തന്നെ സീരിയൽ ഓറിയന്റേഷന് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. എന്താണ്? ലിമിറ്റ് ദ ക്രിയേറ്റിവിറ്റി ആൻഡ് ന്യൂ ഐഡിയ. നമുക്കിപ്പോ സുപ്പീരിയർ അല്ലെങ്കിൽ ട്രെയിനർ ഉണ്ടെങ്കിൽ നമ്മളുടേതായ ഐഡിയ അവർ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അവരെന്താണോ പറയുന്നത് അത് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. നമ്മൾ അദ്ദേഹം പറയുന്ന ഫുള്ളും കാര്യങ്ങളും കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. ന്യൂ റിക്രൂട്ട്സ് മേ കോപ്പി ദ സ്ട്രെസ് ആൻഡ് ഫ്രസ്ട്രേഷൻ ഓഫ് ദ സീനിയർ. ഇനിയിപ്പോ നമ്മള് നമ്മുടെ സീനിയർ എംപ്ലോയി ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ്, അദ്ദേഹം ചെയ്യുന്ന വർക്കിലും കാര്യത്തിൽ ഭയങ്കര ഫ്രസ്ട്രേഷൻ സ്ട്രെസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ആരിലേക്ക് പാസ് ചെയ്യും, ന്യൂലി റിക്രൂട്ട് ചെയ്യുന്ന എംപ്ലോയിലേക്ക് പാസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നോ സ്കോപ്പ് ഫോർ ഇന്നോവേഷൻ ഈസ് ഓവർ യൂസ്ഡ്. നമുക്ക് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മളുടേതായ രീതിയിൽ ആ ഒരു അല്ല ആ ഒരു കാര്യം ആ ഒരു വർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ഏതില്? സീരിയൽ ഓറിയന്റേഷനിൽ. അപ്പൊ സീരിയൽ ഓറിയന്റേഷൻ എന്താ പറഞ്ഞത്? ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയി ആയിരിക്കും ന്യൂലി റിക്രൂട്ട് ചെയ്യുന്ന എംപ്ലോയിനെ ട്രെയിൻ ചെയ്യുന്നത്. സീനിയർ എംപ്ലോയി ഇവിടെ ഒരു ട്യൂട്ടർ ആയിട്ട്, ട്രെയിനർ ആയിട്ട്, റോൾ മോഡൽ ആയിട്ട് ആക്ട് ചെയ്യും. പിന്നെന്താണ്? അവർക്ക് വേണ്ട നമ്മള് എക്സിസ്റ്റിംഗ് റൂൾസിനെ കുറിച്ചിട്ടും കസ്റ്റംസിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ വർക്ക് കൾച്ചറൊക്കെ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? സീനിയർ എംപ്ലോയി ആയിരിക്കും. പിന്നെ ഒരു കണ്ടിന്യൂറ്റി ഇൻ വർക്ക് സ്റ്റൈൽ. ഞാൻ ചെയ്യുന്ന രീതിയിൽ തന്നെ ആ ഒരു വർക്ക് ആരെ ഞാൻ ട്രെയിൻ ചെയ്യിക്കും? എന്റെ ജൂനിയറിനെ ഞാൻ ട്രെയിൻ ചെയ്യിക്കും. ഡിസഡ്വാൻറ്റേജ് ഉണ്ട് കേട്ടോ, കുറച്ച് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ലിമിറ്റ് ദ ക്രിയേറ്റിവിറ്റി ആൻഡ് ന്യൂ ഐഡിയ. ഇന്നോവേഷൻസ് ഒന്നും അവരെന്ത് ചെയ്യുന്നില്ല, സപ്പോർട്ട് ചെയ്യുന്നില്ല. ക്രിയേറ്റിവിറ്റി അവിടെ എന്ത് ചെയ്യുന്നില്ല, സ്കോപ്പ് ഒന്നുമില്ല. ന്യൂ ഐഡിയാസിനും അവിടെ സ്കോപ്പില്ല. എന്താണോ സീനിയർ പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഫോളോ ചെയ്താൽ മതി. ഇനി ന്യൂ റിക്രൂട്ട്സ് മേ കോപ്പി സ്ട്രെസ് ആൻഡ് ഫ്രസ്ട്രേഷൻ ഓഫ് ദ സീനിയേഴ്സ്. ന്യൂ റിക്രൂട്ട് എന്ത് ചെയ്യണം, എന്തായിരിക്കും? ഈ സീനിയർ എംപ്ലോയീസ് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ്, വർക്ക് ചെയ്യുന്നതിൽ ഭയങ്കര ഫ്രസ്ട്രേഷൻസും സ്ട്രെസ്ഡും ആണെങ്കിൽ ആ ഒരു കാര്യം തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ന്യൂലി റിക്രൂട്ട് ചെയ്ത എംപ്ലോയീസിന്റെ അടുത്തേക്ക് പാസ് ചെയ്യുന്നത്. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. കാരണം അവരിലേക്കും ഈ ഒരു സ്ട്രെസ്സും ഫ്രസ്ട്രേഷനും ഒക്കെ ഫസ്റ്റ് ആദ്യമേ പാസ് ചെയ്യുകയാണെങ്കിൽ അവർ മേ ബി നമ്മുടെ ജോബ് ക്വിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് സീരിയൽ ഇൻജെക്ഷൻ നോക്കാം. സീരിയൽ ഇൻജെക്ഷൻ ഈസ് ദ വൺ ഓഫ്, എല്ലാവരും ഫസ്റ്റിലേക്ക് നോക്കാം കേട്ടോ. Serial injection is the one of in which an experienced employee takes the responsibility of
ട്രെയിനിങ് ദ ന്യൂലി അപ്പോയിന്റഡ് പേഴ്സൺ. സീരിയൽ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എംപ്ലോയി എന്താണ് ന്യൂലി അപ്പോയിന്റ്സിനെ ട്രെയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സീരിയൽ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. ഹി ആക്ട് ആസ് എ ട്യൂട്ടർ, ഒരു ട്യൂട്ടർ ആയിട്ട് ഒരു ട്രെയിനർ ടീച്ചർ പോലെ ട്രെയിനർ അല്ലെങ്കിൽ ഒരു ട്രെയിനർ ഓർ എ റോൾ മോഡൽ ഫോർ ദ ന്യൂ റിക്രൂട്ടിംഗ്, അല്ലെങ്കിൽ ന്യൂ റിക്രൂട്ടിംഗ് വേണ്ടിയിട്ടുള്ള ഒരു റോൾ മോഡൽ ആയിട്ട് ആക്ട് ചെയ്യും. When such facility is not given to new appointee, അങ്ങനെ ഫെസിലിറ്റി നമ്മൾ കൊടുത്തില്ലാത്ത പക്ഷം not given to the new appointee, when there is nobody to guide and motivate them, അങ്ങനെ നമ്മളൊരു എന്താ പറയാ ട്രെയിനറെ കൊടുക്കാത്ത പക്ഷം അവരെ ആരും ഗൈഡ് ചെയ്യാനുണ്ടാവില്ല, അവരെ മോട്ടിവേറ്റ് ചെയ്യാനുണ്ടാവില്ല. Then such scenario is termed as disjunctive injection. ഇങ്ങനെയുള്ള ഒരു മെത്തേഡ് ട്രെയിനറോ അല്ലെങ്കിൽ റോൾ മോഡലോ ട്യൂട്ടറോ ആരും ഇല്ലാത്ത എംപ്ലോയീസ് തന്നെ ഓരോ കാര്യങ്ങൾ ലേൺ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഡിസ്ജക്റ്റീവ് ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് നമ്മൾ നോക്കും. Both types of injection have their own pros and cons. ചില അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ട് രണ്ട് മെത്തേഡിനും. ഇപ്പൊ സീരിയൽ ഇഞ്ചക്ഷൻ ആയാലും ഡിസ്ജക്റ്റീവ് ഓറിയന്റേഷൻ ഇഞ്ചക്ഷൻ ആയാലും അതിൻ്റെതായ ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട്. Serial injection helps in maintaining prevalent working conditions as well as the customs of the workplace. എങ്ങനെയാണോ ആ ഒരു ഓർഗനൈസേഷനിൽ വർക്കും കാര്യങ്ങളും നടന്നത് അതേപോലെ തന്നെ ആ ഒരു കണ്ടിന്യൂസ്ലി ആ ഒരു വർക്കും കാര്യങ്ങളും കണ്ടിന്യൂസ്ലി നടക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സീരിയൽ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. If this process is used much, then the company will always run on pre-decided set of norms, and there would no further scope of any creativity or progress outlook, and particularly those persons who are called creative and liberal. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സീരിയൽ ഇഞ്ചക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കമ്പനിയിൽ നമ്മൾ ഡിസൈഡ് ചെയ്തിരിക്കുന്ന സെറ്റ് ഓഫ് നോംസും കാര്യങ്ങളും നമ്മൾ ഫോളോ ചെയ്യാണ്. അവർ പറഞ്ഞിരിക്കുന്ന വർക്കും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം കറക്റ്റ് ആയിട്ട് ചെയ്താൽ മതി. ദെൻ നമ്മളുടേതായ ക്രിയേറ്റിവിറ്റിക്കോ പ്രോഗ്രസ് അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ടുള്ള ഒരു ഐഡിയാസോ ഇന്നോവേഷൻസോ ഒന്നും ആരും കമ്പനി പ്രൊമോട്ട് ചെയ്യില്ല. Moreover, if the employees in the organization are stressed and frustrated, sometimes ഇത് എന്താണ് അവിടെയുള്ള ബാക്കി വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് മേ ബി സ്ട്രെസ്ഡും ഫ്രസ്ട്രേറ്റഡും ആയിരിക്കും. ഇപ്പൊ നമ്മള് പറയുകയാണെങ്കിൽ നമ്മൾ ട്രെയിൻ ചെയ്യുന്ന ട്രെയിനർ പോലും ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡും സ്ട്രെസ്ഡും ആണെങ്കിൽ ആ ഒരു ട്രെയിനർ ഇതേ സ്ട്രെസ്സും ഫ്രസ്ട്രേഷനും ആരിലേക്ക് പാസ് ചെയ്യും ന്യൂലി റിക്രൂട്ട് ആയിട്ടുള്ള എംപ്ലോയിലേക്ക് പാസ് ചെയ്യും. They would pass on same to the newly recruits. പുതുതായിട്ട് റിക്രൂട്ട് ചെയ്ത ആ ഒരു എംപ്ലോയിയുടെ അടുത്ത് ഈ സ്ട്രെസ്സും ഫ്രസ്ട്രേഷനും കാര്യങ്ങളും പാസ് ചെയ്യും. സോ ആ വ്യക്തികള് ചില എല്ലാവർക്കും ഈ സ്ട്രെസ്സും ഫ്രസ്ട്രേഷൻസും ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റണമെന്നില്ല. അങ്ങനെ വരുമ്പോ അവരെന്ത് ചെയ്യും ഈ ജോബ് ക്വിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞത് സീരിയൽ ഇഞ്ചക്ഷനെ കുറിച്ചിട്ടാണ്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയിനെ കൊണ്ട് എംപ്ലോയി വഴി ന്യൂലി റിക്രൂട്ട് ആയിട്ടുള്ള പേഴ്സൺസിനെ നമ്മൾ ട്രെയിൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് സീരിയൽ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. ആ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എംപ്ലോയി അദ്ദേഹത്തെ സംബന്ധിച്ച് ന്യൂലി റിക്രൂട്ട് ചെയ്യുന്ന എംപ്ലോയിനെ സംബന്ധിച്ച് ഒരു ട്യൂട്ടറാണ്, ട്രെയിനറാണ്, റോൾ മോഡലാണ്. ന്യൂലി റിക്രൂട്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അങ്ങനെ ഒരു ഗൈഡോ അല്ലെങ്കിൽ ട്രെയിനറോ ഇല്ലെങ്കിൽ അദ്ദേഹത്തിനെ ആരും ഗൈഡ് ചെയ്യാനില്ല, ഇതുപോലെ മോട്ടിവേറ്റ് ചെയ്യാനും ആരും ഉണ്ടാവില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനെയാണ് ഡിസ്ജക്റ്റീവ് ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. ഈ രണ്ട് മെത്തേഡിനും അതിൻ്റെതായ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട്. സീരിയൽ ഇഞ്ചക്ഷന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വർക്കിംഗ് കണ്ടീഷൻ, നമ്മുടെ ഓർഗനൈസേഷന്റെ അകത്തുള്ള വർക്കിംഗ് കണ്ടീഷൻ അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതിന് ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട്. ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് വർക്ക്സും കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ എന്റേതായ രീതിയിൽ ആ വർക്ക് നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ദെൻ ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ കമ്പനി പറയുന്ന മാത്രം എംപ്ലോയീസ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുമ്പോൾ അവർ മേ ബി സ്ട്രെസ്ഡും ഫ്രസ്ട്രേറ്റഡും ആവാം. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു സ്ട്രെസ്സും ഫ്രസ്ട്രേഷനും ആയിരിക്കും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എംപ്ലോയി ആരിലേക്ക് പാസ് ചെയ്യുന്നത്, ന്യൂലി റിക്രൂട്ട് ചെയ്യുന്ന എംപ്ലോയിലേക്ക് പാസ് ചെയ്യുന്നത്. സോ അങ്ങനെ പാസ് ചെയ്യുന്നതിലൂടെ അവര് നമ്മുടെ ജോബ് ക്വിറ്റ് ചെയ്യാനുള്ള ലേബർ ടേൺ ഓവർ റേഷ്യോ ഒക്കെ വളരെ കൂടുതലായിരിക്കും. സീരിയൽ ഇഞ്ചക്ഷൻ
അവരുടെ വർക്കിംഗ് കണ്ടീഷൻ പോസിറ്റീവ് അല്ലെങ്കിൽ എന്നുവെച്ചാൽ നെഗറ്റീവ് രീതിയിലാണ് അവിടെ വർക്കിംഗ് കണ്ടീഷൻ എങ്കിൽ, പോസിറ്റീവ് ആണെങ്കിൽ നല്ലൊരു മെത്തേഡ് ഓഫ് ഇഞ്ചക്ഷൻ തന്നെയാണ് സീരിയൽ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്ന് റീഡ് ചെയ്ത് നോക്കുക ആ ഒരു പാരഗ്രാഫ് മാത്രം. ഇതിന് പാടുണ്ട്, ഒന്ന് ഇരുത്തി വായിക്കാം, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായോ സീരിയൽ ഇഞ്ചക്ഷൻ എന്താന്നുള്ളത്? ഇനി നമ്മൾ നോക്കുന്നത് ഡിസ്ജക്റ്റീവ് ഇഞ്ചക്ഷൻ ആണ്. ഇത് നേരെ ഓപ്പോസിറ്റ് ആണ് സീരിയൽ ഇഞ്ചക്ഷന്, നേരെ ഓപ്പോസിറ്റ് ആണ് ഡിസ്ജക്റ്റീവ് ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. നോ സുപ്പീരിയർ എംപ്ലോയി ഗൈഡ് ദ ന്യൂ എംപ്ലോയി. നമുക്ക് ഇവിടെ സുപ്പീരിയർ എംപ്ലോയീസ് ഒന്നും ഉണ്ടാവില്ല, നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ട് സുപ്പീരിയർ എംപ്ലോയീസ് ആരും ഉണ്ടാവില്ല. ന്യൂ റിക്രൂട്ട് ലേൺസ് ഓൺ ദെയർ ഓൺ. ന്യൂലി റിക്രൂട്ട് ചെയ്തിരിക്കുന്ന എംപ്ലോയീസ് സ്വയം ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യണം, ലേൺ ചെയ്യേണ്ടതായിട്ട് വരും. എൻകറേജ് ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ. ഈ ഒരു മെത്തേഡ് ഓഫ് ഓറിയന്റേഷനിൽ നമുക്ക് ക്രിയേറ്റിവിറ്റി അതേപോലെ തന്നെ ഇന്നോവേഷൻസ് ഒക്കെ എൻകറേജ് ചെയ്യുന്നത്, നമ്മളുടേതായ രീതിയിൽ നമുക്ക് ആ വർക്ക് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. നോ പ്രഷർ ടു ഫോളോ ഓൾഡ് ട്രഡീഷൻ. നമ്മുടെ കമ്പനിയിലുള്ള ഓൾഡ് ട്രഡീഷൻ ഫോളോ ചെയ്യണമെന്ന് അങ്ങനെ സ്ട്രെസ്സോ പ്രഷറോ ഒന്നും ഉണ്ടാവില്ല. ഇനി ഇതിനും അതിൻ്റെതായ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. നമുക്ക് ഗൈഡ് ചെയ്യാനായിട്ടുള്ള ആള് ഇല്ലെങ്കിൽ, ഒരു സപ്പോർട്ടിന്റെ ആളില്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷനും കാര്യങ്ങളും കൂടുതലായിരിക്കും അല്ലെ. നമ്മളൊരു വർക്കില് ജോയിൻ ചെയ്തു, നമ്മളെ ഗൈഡ് ചെയ്യാനൊന്നും ആരുമില്ല, സപ്പോർട്ടിനും ആരുമില്ല. നമ്മൾ സ്വയം ആ വർക്ക് ചെയ്ത് പഠിച്ച് നമ്മളത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കതൊരു ലാക്ക് ഓഫ് ഗൈഡൻസ് ആൻഡ് സപ്പോർട്ട് ഒരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. നമുക്കൊരു ബാഡ് ഫീലിംഗ് തോന്നും, ഞാൻ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ, നമുക്ക് കുറച്ച് നാളത്തേക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ടാവും. ന്യൂ എംപ്ലോയി മേ ഫീൽ കൺഫ്യൂസ്ഡ് അബൌട്ട് ദെയർ റോൾ. ന്യൂലി റിക്രൂട്ട് ചെയ്ത എംപ്ലോയീസിന് കൺഫ്യൂഷൻ ഉണ്ടാവും, അവരുടെ റോളിനെ കുറിച്ചിട്ട് കൺഫ്യൂഷൻ കൂടുതലായിരിക്കും. മേ നോട്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ ദർ വർക്ക് ബെനിഫിറ്റ് ദ ഓർഗനൈസേഷൻ. അപ്പോ എങ്ങനെ നമ്മുടെ വർക്ക് ഓർഗനൈസേഷൻ ബെനിഫിറ്റ് ആകും എന്നതിനെ കുറിച്ചിട്ട് അവർക്കൊരു ധാരണ ഉണ്ടാവില്ല. എന്ത് വർക്കാണ് ചെയ്യേണ്ടത്, അത് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അറിയില്ല. സോ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മള് ഒറ്റയ്ക്ക് ഈ ഒരു എന്താ പറയുക ഡിസ്ജക്റ്റീവ് ഓറിയന്റേഷന്റെ കേസിൽ നമ്മൾ ഒറ്റയ്ക്ക് ഓരോ കാര്യങ്ങൾ ലേൺ ചെയ്യണം. നമുക്ക് വേണ്ട ഗൈഡൻസ് തരാനോ സപ്പോർട്ട് തരാനോ ഒരു സീനിയറോ അല്ലെങ്കിൽ സുപ്പീരിയറോ ഉണ്ടാവില്ല. അത് ഇത്തിരി ടാസ്ക് ആയിട്ടുള്ള ഓറിയന്റേഷൻ ആണ് കേട്ടോ. നമ്മൾ സ്വയം ചെയ്ത് എറർ ആൻഡ് എന്താ പറയാ ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ ചെയ്ത് തെറ്റ് തിരുത്തി പഠിക്കണം. ഇത്തിരി ടൈം കൺസ്യൂമിങ് ആണ്, പിന്നെ പ്രഷറൊന്നും ഉണ്ടാവില്ല. അത്യാവശ്യം നല്ല ക്രിയേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ ആ ഒരു ഫ്രീഡം നല്ലതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് whereas disjunctive injection is just the opposite. It promotes the creative and inventive efforts of the employees. എന്ന് വെച്ചാൽ നമ്മുടെ എംപ്ലോയീസിന്റെ ക്രിയേറ്റീവും അതേപോലെ ഇന്നോവേറ്റീവ് എഫേർട്സും നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൊമോട്ട് ചെയ്യുന്നു ഓഫ് എംപ്ലോയീസ്. Because there is no pressure on new recruit to carry on the traditions and customs of the organization. നമ്മുടെ
കസ്റ്റംസോ ട്രഡീഷൻസോ ക്യാരി ചെയ്യണമെന്ന് അവർക്ക് ഒരു നിർബന്ധവും ഇല്ല. നമ്മുടെ ഓർഗനൈസേഷന്റെ ആ ഒരു കണ്ടീഷനിൽ തന്നെ വർക്ക് ചെയ്യണമെന്നില്ല. But such gain are needed to be analyzed against competency of a creative person as well as those who fail individually due to lack of active support by an experienced mentor. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു മെത്തേഡ് ബെനിഫിഷ്യൽ ആണ്. ക്രിയേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് കേപ്പബിൾ ആയിട്ടുള്ള വ്യക്തികൾക്ക് ഇത് നല്ല രീതിയിൽ ബെനിഫിഷ്യൽ ആണ്. പക്ഷേ ഇതിന് എന്തുണ്ട്, മേ ബി ചില ഇൻഡിവിജ്വൽസിന് ലാക്ക് ഓഫ് സപ്പോർട്ട് കാരണം അവർ ഫെയിൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ട് മെന്റർ ഇല്ലാത്തതുകൊണ്ട് മേ ബി ചില കേസുകളിൽ എംപ്ലോയീസ് ഫെയിൽ ആവും. അത്യാവശ്യം നല്ല രീതിയിൽ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് ഈ ഒരു മെത്തേഡ് ആയിരിക്കും ബെറ്റർ. The later one generally lack the understanding of how to do their assigned work and how it will benefit the organization. Later നമ്മൾ എന്താണ് ഇതെങ്ങനെ മനസ്സിലാക്കണം, എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, അത് നമുക്ക് how it benefits for the organization. നമ്മൾ ചെയ്യുന്ന വർക്ക് ഓർഗനൈസേഷൻ എങ്ങനെ ബെനിഫിറ്റ് ആകും എന്നതിനെ കുറിച്ച് നമ്മൾ നമുക്കൊരു ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് പാടാണ്. അപ്പോ ഡിസ്ട്രക്റ്റീവ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? നോ സീനിയർ എംപ്ലോയീസ് ടു ഗൈഡ് ന്യൂ എംപ്ലോയി. ന്യൂ എംപ്ലോയിനെ ഗൈഡ് ചെയ്യാനായിട്ട് സീനിയർ എംപ്ലോയീസ് ഉണ്ടാവില്ല. ന്യൂലി റിക്രൂട്ട് ചെയ്യുന്ന വ്യക്തികൾ ലേൺ ദെയർ ഓൺ, അത് സ്വയം ചെയ്ത് അത് ശീലിക്കണം. ഇത് ക്രിയേറ്റിവിറ്റിയും അതേപോലെ തന്നെ ഇന്നോവേഷൻസും എൻകറേജ് ചെയ്യുന്നുണ്ട്. നമുക്ക് പ്രഷർ ഒന്നുമില്ല നമ്മുടെ വർക്കിന് മേലെ, അല്ലെങ്കിൽ ന്യൂലി റിക്രൂട്ട് ചെയ്തിരിക്കുന്ന എംപ്ലോയീസിന്റെ മേലെ പ്രഷറും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ആ ഒരു ഓർഗനൈസേഷന്റെ ട്രഡീഷൻസും കസ്റ്റംസും ഫോളോ ചെയ്യണമെന്ന് ഒരു നിർബന്ധം ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ ആ ഒരു മെത്തേഡ് ഓഫ് ഓറിയന്റേഷൻ അവർക്ക് ബെനിഫിഷ്യൽ ആണ്. സപ്പോസ് എല്ലാ എംപ്ലോയീസും ക്രിയേറ്റീവ് ആവണമെന്നില്ല, എല്ലാ ഇൻഡിവിജ്വൽസും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. സോ ചില എംപ്ലോയീസിന് സപ്പോർട്ട് വേണ്ടി വരും. അങ്ങനെ ലാക്ക് ഓഫ് സപ്പോർട്ട് കാരണം നമ്മൾ എന്താണ് ഫെയിൽ ടു ബി അങ്ങനെ ഒരു പേഴ്സൺ ആയിട്ട് മാറാനുള്ള ചാൻസ് കുറവാണ്. സോ ഇത് ഇത്തിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള മെത്തേഡ് ഓഫ് ഇൻജെക്ഷൻ തന്നെയാണ് ഡിസ്റ്റിങ്ക്റ്റീവ് ഇൻജെക്ഷൻ എന്ന് പറയുന്നത്. ഒന്ന് റീഡ് ചെയ്യോ എല്ലാവരും? മെന്റർ ഇല്ലാത്തൊരു മെത്തേഡ്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണോ? രണ്ടും തമ്മിലുള്ള കമ്പാരിസൺ, സീരിയൽ ഇൻജെക്ഷനും ഡിസ്ട്രക്റ്റീവ് ഇൻജെക്ഷനും തമ്മിലുള്ള കമ്പാരിസൺ മനസ്സിലായല്ലോ, ഡിഫറൻസ് മനസ്സിലായല്ലോ? ഇനി നമ്മൾ നോക്കുന്നത് വെസ്റ്റിറ്റുലാർ ഓറിയന്റേഷൻ ആണ്. സോറി, ഇൻവെസ്റ്റിറ്റുലാർ ആൻഡ് ഡൈവെസ്റ്റിറ്റുലാർ ഓറിയന്റേഷൻ, രണ്ട് രീതിയിലുള്ള ഓറിയന്റേഷൻസ് ആണ്. The choice of ultimate important threatening whether to retain and appreciate and the identify of a newly appointed person or to disassemble it to reshape it as per the organization need. അപ്പം നമ്മൾ ന്യൂലി അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന എംപ്ലോയിനെ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യണോ, അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷന്റെ നീഡ്സ് അനുസരിച്ച് അവരെ റീഷേപ്പ് ചെയ്യണമോ എന്ന തീരുമാനമാണ് ഇൻവെസ്റ്റിറ്റുലാർ ആൻഡ് ഡൈവെസ്റ്റിറ്റുലാർ ഓറിയന്റേഷനിൽ മെയിൻലി വരുന്നത്. ഇൻവെസ്റ്റിറ്റുലാർ ഓറിയന്റേഷൻ നോക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുക എല്ലാവരും, ഇൻവെസ്റ്റിറ്റുലാർ ഓറിയന്റേഷൻ ആണ്. The organization accept and value the identify of new recruiting. Newly recruit ചെയ്യുന്ന എംപ്ലോയീസിനെ അവരെ അക്സെപ്റ്റ് ചെയ്യാനും അവരുടെ വാല്യൂസും കാര്യങ്ങളും ഐഡന്റിഫൈ ചെയ്യണം. ഇത് സാധാരണ യൂസ്ഡ് ഫോർ ഹൈ പ്രൊഫഷണൽസ്, എക്സിക്യൂട്ടീവ്സിനെയാണ് അതേപോലെ തന്നെ അവരുടെ ക്വാളിറ്റീസും കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്ത് അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഓർഗനൈസേഷനിൽ റിക്രൂട്ട് ചെയ്യുന്നത് ഹൈ പ്രൊഫഷണൽസിനെയും എക്സിക്യൂട്ടീവ്സിനെയാണ്. Employees are selected on skill, experience and personality. നമ്മൾ ഈ ഒരു സെലക്ഷൻ പ്രോസസ്സിൽ
ആ ഒരു വ്യക്തിയുടെ സ്കില്ലും എക്സ്പീരിയൻസും പേഴ്സണാലിറ്റിയും ഒക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതേപോലെ ആ വ്യക്തികൾക്ക് അവർക്ക് ഫ്രീഡം അതോറിറ്റിയും കൊടുക്കും നമ്മൾ സബോർഡിനേറ്റ്സിനെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, മേക്ക് മാനേജീരിയൽ മാനേജറിയൽ ഡിസിഷൻസ് എടുക്കാനായിട്ട്, ഡിസൈൻ ദർ ഓഫീസ് വർക്ക് സ്റ്റൈല്, അവരുടേതായ രീതിയിൽ അവരുടെ ഓഫീസ് ഡിസൈൻ ചെയ്യാനൊക്കെ ഉള്ള അധികാരം നമ്മൾ എന്ത് ചെയ്യും, ഈ എംപ്ലോയീസിന് കൊടുക്കും. നമുക്ക് നോക്കാം ഇൻവെസ്റ്റർ ഓറിയന്റേഷൻ എന്താണെന്ന് നോക്കാം. There to certifies the important work related features of new recruit. ഇത് ശരിക്കും പറഞ്ഞ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർക്ക് റിലേറ്റഡ് ഫീച്ചേഴ്സ് ആണ്. ന്യൂലി റിക്രൂട്ട് ചെയ്യുന്ന എംപ്ലോയീസ് നമ്മൾ കൊടുക്കുന്ന ഇമ്പോർട്ടന്റ് വർക്ക് റിലേറ്റഡ് ഫീച്ചേഴ്സ് ആണ്. ജനറലി ഓൾ ദ ഹൈ പ്രൊഫൈൽ അപ്പോയിന്റ്മെന്റ്സ്, സാധാരണയായിട്ട് ഈ ഒരു ബെനിഫിറ്റ് കൊടുക്കുന്നത് ഹൈ പ്രൊഫൈൽ അപ്പോയിന്റ്മെന്റ്സിനാണ്. ആർ ബേസ്ഡ് ഓൺ ദ ഐഡിയ ബിക്കോസ് എ പേഴ്സൺ who is considered for the post of an executive is always judged on the basis of professional skill and characteristics that he proposed during the job. ആ ഒരു ജോബ് ചെയ്യാൻ അദ്ദേഹത്തിന് പ്രൊഫഷണൽ സ്കിൽ ഉണ്ടോ, അദ്ദേഹത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തെല്ലാമാണ് മനസ്സിലാക്കിയിട്ടായിരിക്കും നമ്മൾ ആ ഒരു വ്യക്തിക്ക് ഫുൾ ഫ്രീഡം നമ്മൾ കൊടുക്കുന്നത്. Such an individual is given full liberty. അങ്ങനെയുള്ള ഇൻഡിവിജ്വൽസിന് നമ്മുടെ ഓർഗനൈസേഷനിൽ ഫുൾ ലിബർട്ടി, ഫുൾ ഫ്രീഡം നമ്മൾ അലൗ ചെയ്യും. വിച്ച് റേഞ്ച് ഫ്രം ഡിസൈഡിങ് ഹിസ് ഓഫീസ് ഇന്റീരിയർ, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അദ്ദേഹത്തിന്റെ ഓഫീസ് ഇന്റീരിയർ ഡിസൈൻ കാര്യങ്ങൾ, ആൻഡ് ചൂസിങ് ദ സബോർഡിനേറ്റ് ടു ടേക്ക് വേരിയസ് മാനേജീരിയൽ ഡിസിഷൻസ്. സബോർഡിനേറ്റിനെ ചൂസ് ചെയ്യാനും നമ്മുടെ മാനേജീരിയൽ ഡിസിഷൻസ് പ്രോപ്പർ ആയിട്ട് എടുക്കാനും ഉള്ള എല്ലാ അധികാരവും നമ്മൾ ആർക്ക് കൊടുക്കും, നമ്മൾ ആർക്ക് കൊടുക്കും, ഈ നമ്മൾ ഹൈ പ്രൊഫഷണൽസിന് കൊടുക്കും. അങ്ങനെയുള്ള മെത്തേഡ് ഓഫ് ഓറിയന്റേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻവെസ്റ്റിറ്റ്യൂർ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ ആണ്. നമ്മൾ ഹൈ പ്രൊഫഷണൽസിനെ സെലക്ട് ചെയ്യുമ്പോൾ അവർക്ക് നമ്മുടെ ഓർഗനൈസേഷന് ഫുൾ ഫ്രീഡവും കാര്യങ്ങളും കൊടുക്കും. അവർക്ക് ആ വ്യക്തികൾക്ക് എന്താ പറയാ, ആരൊക്കെയാണ് സബോർഡിനേറ്റ് ആയിട്ട് വേണ്ടത്, അത് എന്തൊക്കെ മാനേജറിയൽ ഡിസിഷൻസ് എടുക്കാനുള്ള അധികാരം, സബോർഡിനേറ്റ്സ് ആരൊക്കെ വേണം, അവരുടെ ടീം മെമ്പേഴ്സ് ആരൊക്കെ വേണം എന്ന് സെലക്ട് ചെയ്യാനുള്ള അധികാരം, ഈവൻ ഓഫീസ് ഇന്റീരിയറും വരെയും അവർക്ക് ചേഞ്ച് ചെയ്യാനുള്ള എന്റെ അധികാരം നമ്മൾ ആർക്ക് കൊടുത്തിട്ടുണ്ടാവും, ഈ എംപ്ലോയീസിന് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഡൈവെസ്റ്റിറ്റ്യൂർ ഓറിയന്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എംപ്ലോയിനെ എങ്ങനെയാണോ വേണ്ടത് ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, റീഷേപ്സ് ചെയ്തെടുക്കും. ഓർഗനൈസേഷൻ ട്രൈസ് ടു ചേഞ്ച് ഓർ റീഷേപ്പ് ദ ന്യൂ റിക്രൂട്ട്. ഓർഗനൈസേഷൻ എന്ത് ചെയ്യും, ആ ഒരു വ്യക്തിനെ ചേഞ്ച് ചെയ്യും ഓർ റീഷേപ്പ് ചെയ്യും, ആ ന്യൂ റിക്രൂട്ടിനെ റീഷേപ്പ് ചെയ്തെടുക്കും. ഫോക്കസ് ഓൺ റിമൂവിങ് ഓൾഡ് ഹാബിറ്റ് ആൻഡ് ആറ്റിറ്റ്യൂഡ്. ആ ഒരു വ്യക്തിക്ക് പണ്ട് ഉണ്ടായിരുന്ന ഹാബിറ്റ്സും ആറ്റിറ്റ്യൂഡ് ഒക്കെ നമ്മൾ മാറ്റി റിമൂവ് ചെയ്ത് നമുക്ക് വേണ്ട, നമ്മുടെ കമ്പനിക്ക് വേണ്ട ഒരു വ്യക്തിയാക്കി മാറ്റും. ഞാൻ ഈ ഒരു എക്സാമ്പിളിന്റെ പോലീസിന്റെ കേസിൽ പറയട്ടെ. എനിക്ക് റിയലി എക്സ്പീരിയൻസ് ഉള്ള ഒരു കേസ് ആയതുകൊണ്ട് പറയാണ്. നമ്മളുടെയൊക്കെ പോലെ തന്നെ സാധാരണ രീതിയിൽ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തി, നല്ല രീതിയിൽ കമ്പനിക്ക് ആയിരുന്ന ഒരു വ്യക്തിയാണ്. അവൻ PSC എഴുതിയിട്ട് അവന്റെ പോലീസിന്റെ ജോബിലേക്ക് കിട്ടി, ജോബ് കിട്ടി. ദെൻ അവൻ അതിന്റെ ഭാഗമായിട്ട് ട്രെയിനിങ്ങിന് പോയി. ട്രെയിനിങ്ങിന് പോകുന്ന വരെ അവന്റെ ആറ്റിറ്റ്യൂഡ് മറ്റൊന്നായിരുന്നു, ഒരു അത്യാവശ്യം നല്ല രീതിയിൽ കുട്ടികളി കാര്യങ്ങളൊക്കെ ഉള്ളൊരു നല്ലൊരു കമ്പനി മൈൻഡ് ഒക്കെ ആയിരുന്നു. പക്ഷെ ട്രെയിനിങ് കഴിഞ്ഞ് വന്നതോടുകൂടി അവനിൽ പണ്ടുണ്ടായിരുന്ന ചില ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ എൻറ്റയർലി ഡിഫറെന്റ് ആയി. അതെല്ലാം മാറി. അവൻ ശരിക്കും അത്യാവശ്യം സീരിയസ് ആയിട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിലും എന്ത് കാര്യം പറയുമ്പോഴും അവൻ അവന്റേതായ ഒരു സീരിയസ്നെസ്സിലൂടെ ആണ് ആ കാര്യങ്ങൾ പറയുന്നത്. മേ ബി അവൻ അവിടെ കിട്ടിയ ട്രെയിനിങ്ങിന്റെ ആ ഒരു റിസൾട്ട് ആകാം അവന്റെ ക്യാരക്ടറിൽ വന്ന ആ ഒരു രീതി. ശരിക്കും പറഞ്ഞാൽ പോലീസിന് വേണ്ട രീതിയിൽ അവരെന്ത് ചെയ്തു, അവരെന്ത് ചെയ്തു, ട്രെയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഇത് മനസ്സിലായോ? നമുക്ക് വേണ്ട, നമ്മുടെ ഓർഗനൈസേഷന് വേണ്ട രീതിയിൽ ആ ഒരു വ്യക്തിയുടെ ഹാബിറ്റും ആറ്റിറ്റ്യൂഡും ക്യാരക്ടറും ഒക്കെ മാറ്റി ഒരു പെർഫെക്റ്റ് ആ ഓർഗനൈസേഷൻ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നമ്മളെ മാറ്റിയെടുക്കും. അതാണ് ഡൈവെസ്റ്റിറ്റ്യൂർ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അത് ഞാൻ പറഞ്ഞ മീനിങ് മനസ്സിലായോ? ഓർഗനൈസേഷന് വേണ്ട രീതിയിൽ നമ്മളെ മാറ്റിയെടുക്കും, അവര് മാറ്റിയെടുക്കും. നമ്മൾക്ക് വേണ്ട ട്രെയിനിങ്സും കാര്യങ്ങളൊക്കെ തന്ന് നമ്മൾ അവരുടേതായ രീതിയിൽ അവർക്ക് ബെനിഫിഷ്യൽ ആകുന്ന രീതിയിൽ നമ്മളെ എന്ത് ചെയ്യും, അവര് മാറ്റിയെടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഇത്
ഡൈവെസ്റ്റിറ്റുലാർ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ദെൻ ഫോക്കസ് ഓൺ നമ്മുടെ ഓൾഡ് ഹാബിറ്റ്സ്, ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തതായിട്ട് വരും. നമ്മുടെ യൂസ് ടു മേക്ക് ദ എംപ്ലോയി ഫിറ്റ് ഇൻ ടു ഓർഗനൈസേഷൻ കൾച്ചർ. നമ്മുടെ ഓർഗനൈസേഷന്റെ കൾച്ചറിലേക്ക് നമ്മളെ ഫിറ്റ് ആക്കും. നേരത്തെ പറഞ്ഞെങ്ങനെയാണ് നമ്മളുടേതായ രീതിയിൽ ഓർഗനൈസേഷന്റെ കൾച്ചറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാം. ഇവിടെ എന്താ പറയുന്നത്, ഓർഗനൈസേഷന്റെ കൾച്ചറിലേക്ക് നമ്മളെ എന്ത് ചെയ്യും, ഫിറ്റ് ആക്കുന്ന രീതിയാണ്. എന്ന് വെച്ചാൽ നമ്മളെ ചേഞ്ച് ചെയ്യും. നമ്മൾ ഓരോ എംപ്ലോയീസിനെ അല്ലെങ്കിൽ ന്യൂലി റിക്രൂട്ട് ചെയ്യുന്ന എംപ്ലോയീസിനെയും അവരത് മാറ്റിയെടുക്കും. ന്യൂലി റിക്രൂട്ടിംഗ് ഫേസ് ഒരുപാട് കാര്യങ്ങൾ, സ്ട്രിക്റ്റ് റൂൾസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. പ്രഷർ, നമ്മള് ടോപ്പ് മാനേജ്മെന്റിനുള്ള പ്രഷറും കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരും. ടെസ്റ്റ് അഡാപ്റ്റബിലിറ്റി, നമ്മൾ അഡാപ്റ്റ് ആവുന്നുണ്ടോ. ചെറിയ ആൾക്കാർക്ക് ആ ഒരു കാര്യങ്ങളൊന്നും നമുക്ക് അഡാപ്റ്റ് ആവില്ല. അപ്പൊ അവരെന്തെങ്കിലും ക്വിറ്റ് ചെയ്യും, ആ ജോബിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് പോവുകയൊക്കെ ചെയ്യും. അപ്പൊ ന്യൂലി റിക്രൂട്ടീസ് കുറച്ച് കാര്യങ്ങൾ ഫേസ് ചെയ്യാറുണ്ട്. സ്ട്രിക്റ്റ് റൂൾ ഫേസ് ചെയ്യും. പ്രഷർ എന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ നല്ല രീതിയിൽ പ്രഷറും സ്ട്രെസ്സും ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരും. നമ്മുടെ അഡാപ്റ്റീവ് ഫസ്റ്റ് ആ ഒരു സ്റ്റേജസിൽ നമ്മൾ റിക്രൂട്ട് ചെയ്ത ഫസ്റ്റ് ടൈമിൽ നമ്മുടെ അഡാപ്റ്റബിൾ ആണോ, ആ ഒരു വ്യക്തി നമ്മുടെ ജോബിന് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരാളാണോ എന്നൊക്കെ ഓർഗനൈസേഷൻ നോക്കും. Aim is to break old mindset and develop new behavior. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു എയിം എന്ന് പറയുന്നത് നമ്മുടെ പഴയ മൈൻഡ് സെറ്റ് എന്ത് ചെയ്യാം, ബ്രേക്ക് ചെയ്യാം. ഡെവലപ്പ് ന്യൂ ബിഹേവിയർ, നമ്മുടെ പുതിയ ബിഹേവിയർ എന്ത് ചെയ്യാം, ഡെവലപ്പ് ചെയ്യുക എന്നതാണ് ഈ ഒരു ഈ ഒരു മെത്തേഡ് ഓഫ് ഓറിയന്റേഷന് മെയിൻ ആയിട്ടുള്ള ഒരു എയിം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് റീഡ് ചെയ്യാം. However, divestitular orientation is just opposite of investitular orientation. This method attempts to modify the characteristics of new recruitee as they were selected because of their potential for effective performance. നമ്മൾ റിക്രൂട്ട് ചെയ്ത എംപ്ലോയിയുടെ ക്യാരക്ടറിൽ നമ്മൾ മോഡിഫിക്കേഷനും കാര്യങ്ങളും വരുത്തും. ഇതിനു വേണ്ടിയിട്ട് അവർ നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. ദിസ് മെത്തേഡ് ഇസ് അപ്ലൈഡ് ടു മേക്ക് ഹിം മോർ അക്സെപ്റ്റബിൾ ടു ദ അതർ എംപ്ലോയി ആൻഡ് മോർ അപ്രോപ്രിയേറ്റ് ഫോർ ദ ഓർഗനൈസേഷൻ. നമ്മൾക്ക് നമ്മുടെ എംപ്ലോയീസിന് മറ്റ് എംപ്ലോയീസിന് കൂടുതൽ അക്സെപ്റ്റബിൾ ആകുന്ന രീതിയിൽ, അതേപോലെ തന്നെ മോർ അപ്രോപ്രിയേറ്റ്, നമ്മുടെ ഓർഗനൈസേഷൻ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ആ ഒരു വ്യക്തിനെ നമ്മൾ മാറ്റിയെടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഡൈവെസ്റ്റിറ്റുലാർ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. This update of candidate's personality may sometimes require him to sever from their old personality traits and adapt himself to different way of looking at his job, colleagues, and the aim of the organization and the aim of. നോക്കുകയാണെങ്കിൽ എന്തിനാണ് നമ്മൾ കാൻഡിഡേറ്റ്സിന്റെ പേഴ്സണാലിറ്റിയിൽ കാര്യങ്ങൾ മാറ്റം വരുത്തുന്നത്? നമ്മുടെ ഓൾഡ് പേഴ്സണാലിറ്റിയിലുള്ള ത്രെഡ്സും കാര്യങ്ങളും നമ്മൾ റിമൂവ് ചെയ്ത് നമ്മളുടെ ജോബിന്റേതായ രീതിയിൽ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കും. നമുക്ക് ആ ഒരു ഓർഗനൈസേഷൻ അഡാപ്റ്റബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, ട്രെയിൻ ചെയ്തെടുക്കും. നല്ല രീതിയിൽ അവർ ട്രെയിൻ ചെയ്തെടുക്കും. Such new appointees may even made to ensure false humiliation, harassment from seniors officials to test their adaptability in different situations. സാധാരണ രീതിയിൽ ന്യൂലി റിക്രൂട്ട് ചെയ്യുന്ന എംപ്ലോയീസ് ഫോൾസ് ഹ്യൂമിലേഷനും ഹറാസ്മെന്റ് ഒക്കെ സീനിയർ ഓഫീഷ്യൽസ് അവർ ടെസ്റ്റ് ചെയ്യാനായിട്ട് അവർ അഡാപ്റ്റബിൾ ആണോ, ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ അഡാപ്റ്റബിൾ ആണോ എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, ചെക്ക് ചെയ്യാറുണ്ട്. Such strategies are also used for orientation strategy to break the old mindset of conservative attitude of the newly appointed candidates. Newly appointed candidatesന്റെ പഴയ മൈൻഡ് സെറ്റ് മാറ്റി നമ്മുടെ ഓർഗനൈസേഷൻ അക്സെപ്റ്റബിൾ ആകുന്ന രീതിയിൽ വാല്യൂസും നോംസും നമ്മൾ അവരിൽ എന്ത് ചെയ്യും, ഇൻസ്റ്റോൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഏത്, ഡൈവെസ്റ്റിറ്റുലാർ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. Such strategy are also used for orientation strategy to break the old mindset of conservative attitude of the newly appointed candidates, so that new set of values and norms could be instilled easily. നമുക്ക് പുതിയ വാല്യൂസും അവരുടെ പഴയ മൈൻഡ് സെറ്റ് മാറ്റി പുതിയ നോംസും വാല്യൂസും കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻസ്റ്റോൾ ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്
ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് നിങ്ങൾ റീഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു പോലീസ് ട്രെയിനിങ്ങിന്റെ കാര്യം ഓർമ്മയിൽ വരണം. കാരണം ആ സമയത്ത് അവർ ട്രെയിനിങ്ങിലൂടെ കടന്നു പോകുമ്പോൾ അവർ ഒരുപാട് രീതിയിലുള്ള എന്താ പറയുക സ്ട്രെസ്സും കാര്യങ്ങളിലൂടെയും കടന്നുപോയി വരുമ്പോൾ അവരുടെ ക്യാരക്ടറിൽ ഒത്തിരി മാറ്റങ്ങൾ വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പൊ ഡൈവെസ്റ്റിക്കുലർ ഓറിയന്റേഷനും ഇൻവെസ്റ്റിക്കുലർ ഓറിയന്റേഷനും ആണ് നമ്മൾ രണ്ട് ഓറിയന്റേഷൻസ് ആണ് നോക്കിയത്. ഇൻവെസ്റ്റിക്കുലർ ഓറിയന്റേഷൻ നമുക്ക് ഓർഗനൈസേഷൻ അക്സെപ്റ്റ് ദ വാല്യൂസ് ദ ഐഡന്റിഫൈ ന്യൂ റിക്രൂട്ടിയുടെ എല്ലാ വാല്യൂസും അദ്ദേഹത്തിന്റെ നീഡ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും ചെയ്തു കൊടുക്കാനായിട്ട് താല്പര്യം കാണിക്കും. അതേപോലെ അദ്ദേഹത്തിന് അതിൻ്റെതായ അതോറിറ്റി ചേഞ്ചസ് വരുത്താനുള്ള അതോറിറ്റിയും കാര്യങ്ങളൊക്കെ കൊടുക്കും. സാധാരണയായിട്ട് ഹൈ പ്രൊഫൈൽ എക്സിക്യൂട്ടീവ് പൊസിഷനിലേക്കാണ് ഇൻവെസ്റ്റിക്കുലർ ഓറിയന്റേഷൻ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. അത് ഓരോ എംപ്ലോയിയും നമ്മൾ സെലക്ട് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ സ്കില്ലും ക്യാരക്ടറിസ്റ്റിക്സും എക്സ്പീരിയൻസ് ഒക്കെ നോക്കിയിട്ടായിരിക്കും, പേഴ്സണാലിറ്റി ഒക്കെ നോക്കിയിട്ടായിരിക്കും എംപ്ലോയിനെ സെലക്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിന് കൊടുക്കുന്ന മറ്റ് ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ അതോറിറ്റീസ് ആണ് ഫ്രീഡം ഉണ്ടാവും. അദ്ദേഹത്തിന് ആ ജോബ് ചെയ്യാനുള്ള എൻറ്റയർ ഫ്രീഡം, അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ അദ്ദേഹത്തിൻ്റെതായ സ്റ്റൈലിൽ നമുക്ക് ആ ജോബ് കംപ്ലീറ്റ് ചെയ്യാനുള്ള എൻറ്റയർ ഫ്രീഡം നമ്മൾ കൊടുക്കും. അദ്ദേഹത്തിന് സബോർഡിനേറ്റിനെ ചൂസ് ചെയ്യാൻ പറ്റും. ദെൻ എന്താണ് ടേക്ക് മാനേജറിയൽ ഡിസിഷൻസ് എടുക്കാൻ പറ്റും. ദെൻ എന്താണ് നമ്മൾ പറയുകയാണെങ്കിൽ ഓഫീസ് ഡിസൈൻ അല്ലെങ്കിൽ ഇന്റീരിയർ ഡിസൈൻ വരെ ചേഞ്ച് ചെയ്യാം, അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് ചേഞ്ച് ചെയ്യാനായിട്ട്. ഇനി നമ്മളിതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നോക്കുന്നത്. ഡൈവെസ്റ്റിക്കുലർ ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആണ്, ഇൻവെസ്റ്റിക്കുലർ ഓറിയന്റേഷൻ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇതിൽ ന്യൂലി റിക്രൂട്ട് ചെയ്യുന്ന എംപ്ലോയിനെ നമ്മൾ എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും, റീഷേപ്പ് ചെയ്യും. നമ്മുടെ ഓർഗനൈസേഷന്റെ നീഡ് അനുസരിച്ച് അവരെ നമ്മൾ ഫുള്ളി ട്രെയിൻ എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യാണ് ന്യൂ റിക്രൂട്ട്. ഫോക്കസ് ഓൺ റിമൂവിങ് ഓൾഡ് ഹാബിറ്റ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ്. അദ്ദേഹത്തിന്റെ ഓൾഡ് ഹാബിറ്റ്സും ആറ്റിറ്റ്യൂഡ് ഒക്കെ റിമൂവ് ചെയ്ത് നമ്മുടെ ഓർഗനൈസേഷന് ബെനിഫിഷ്യൽ ആകുന്ന രീതിയിൽ നമ്മൾ അദ്ദേഹത്തിനെ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഓർഗനൈസേഷന്റെ കൾച്ചറിലേക്ക് ഫിറ്റ് ആകുന്ന രീതിയിൽ എംപ്ലോയിനെ നമ്മൾ മാറ്റിയെടുക്കും. ഓക്കെ, ന്യൂ റിക്രൂട്ട് മേ ഫേസ്, ന്യൂ റിക്രൂട്ടിക്ക് മേ ബി കുറച്ച് കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. സ്ട്രിക്റ്റ് റൂൾസ് ഫേസ് ചെയ്യേണ്ടി വരും. പ്രഷർ ടു അഡാപ്റ്റ്, ഇതായിട്ട് അഡാപ്റ്റ് ചെയ്യുന്ന ഒരു പ്രഷറും കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യേണ്ടി വരും. പിന്നെ നമ്മള് എന്താണ് ഫോൾസ് ഹ്യൂമിലിയേഷൻ, ഹറാസ്മെന്റും സുപ്പീരിയർ ഓഫീസേഴ്സിന്റെ കയ്യിൽ നിന്ന് ഫോൾസ് ഹ്യൂമിലിയേഷനും ഹറാസ്മെന്റ് ഒക്കെ നേരിടേണ്ടി വരും. കാരണം നമ്മുടെ ഈ ഒരു സിറ്റുവേഷന് അഡാപ്റ്റബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് ചെയ്ത രീതികളാണ്, കൺഫേം ചെയ്ത രീതികളാണത്. പിന്നെ എയിംസ് ടു ബ്രേക്ക് ദ ഓൾഡ് മൈൻഡ് സെറ്റ്, നമ്മുടെ ഓൾഡ് മൈൻഡ് സെറ്റ് ബ്രേക്ക് ചെയ്തുകൊണ്ട് അവരുടെ ന്യൂ റൂൾസ് ആൻഡ് നോംസ് നമ്മളുടെ മൈൻഡ് സെറ്റിലേക്ക് ഇൻസ്റ്റോൾ ചെയ്യുകയാണ് ഈ ഒരു പ്രവൃത്തിയിലൂടെ ചെയ്യുന്നത്. ഒന്ന് റീഡ് ചെയ്യോ? എല്ലാവർക്കും മനസ്സിലായോ? ഓറിയന്റേഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്ര ടഫ് ആയിട്ടുള്ള പോർഷൻ ആണ് നമ്മളിപ്പോ കവർ ചെയ്യുന്നത്. ടൈപ്സ് ഓഫ് ഓറിയന്റേഷൻ,
ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓറിയന്റേഷൻ ഡിസ്കസ് ചെയ്തു. ദെൻ ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് ഓറിയന്റേഷൻ പറഞ്ഞു. ഇൻവെസ്റ്റിബുലർ ആൻഡ് ഡൈവെസ്റ്റിബുലർ ഓറിയന്റേഷൻ പറഞ്ഞു. സീരിയൽ ആൻഡ് ഡിസ്ജസ്റ്റീവ് ഓറിയന്റേഷൻ പറഞ്ഞു. എല്ലാവർക്കും ക്ലിയർ ആണല്ലോ ടോപ്പിക്? മീനിങ് ഒക്കെ മനസ്സിലായല്ലോ? ഇനി നമ്മള് ഓറിയന്റേഷന് മെയിൻ ആയിട്ട് 3 സ്റ്റേജസ് ആണ് ഉള്ളത്. നമ്മള് ഓറിയന്റേഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ ഓറിയന്റേഷൻ സ്റ്റെപ്സ് അല്ലെങ്കിൽ സ്റ്റേജസ് പറയുകയാണെങ്കിൽ മെയിൻലി 3 സ്റ്റേജസിലൂടെയാണ് ഓറിയന്റേഷൻ അല്ലെങ്കിൽ ഇൻജെക്ഷൻ കടന്നു പോകുന്നത്. ഫസ്റ്റ് ഓറിയന്റേഷൻ ആണ് ജനറൽ ഓറിയന്റേഷൻ. ഫസ്റ്റ് ഓറിയന്റേഷന്റെ സ്റ്റേജ് ആണ് ജനറൽ ഓറിയന്റേഷൻ. ദെൻ ഡിപ്പാർട്ട്മെന്റൽ ഓറിയന്റേഷൻ, ദെൻ സ്പെസിഫിക് ജോബ് ഓറിയന്റേഷൻ. അങ്ങനെ 3 ഓറിയന്റേഷൻ സ്റ്റേജസിലൂടെയാണ് ഓറിയന്റേഷൻ കടന്നു പോകുന്നത്. നമ്മൾ പറഞ്ഞത് എന്താണ്? ജനറൽ ഓറിയന്റേഷൻ ആണ്. ജനറൽ ഓറിയന്റേഷൻ ആണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. എയിംസ് ടു മേക്ക് ദ എംപ്ലോയി കംഫർട്ടബിൾ ആൻഡ് മോട്ടിവേറ്റഡ്. നമ്മുടെ എംപ്ലോയീസിനെ കംഫർട്ടബിൾ ആക്കുക, കുറച്ചും കൂടി മോട്ടിവേറ്റ് ആക്കുന്ന ഒരു സ്റ്റേജ് ആണ് ജനറൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ഹെൽപ്സ് ദ എംപ്ലോയി ടു ഗെറ്റ് ഫെമിലിയർ വിത്ത് ദ ഓർഗനൈസേഷണൽ എൻവയോൺമെന്റ്. നമുക്കറിയാം നമ്മുടെ ഓർഗനൈസേഷൻ എൻവയോൺമെന്റ്. നമ്മൾ ആദ്യമായിട്ട് ഒരു ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യുമ്പോൾ, ഇൻക്ലൂഡിങ് മീ, എനിക്കും നിങ്ങൾക്കും ഉള്ളൊരു പ്രശ്നമായിരിക്കും, നമുക്ക് ഓർഗനൈസേഷനെ കുറിച്ചിട്ട് അറിയില്ല അല്ലെ? ഇപ്പൊ ടെൻഷനും കാര്യങ്ങളും ഉണ്ടാവില്ലേ? നമ്മൾ ആദ്യമായിട്ട് ഫസ്റ്റ് ഡേ ജോയിൻ ചെയ്യുന്ന അന്ന് നമ്മുടെ ഓർഗനൈസേഷനെ കുറിച്ച് ചെറിയൊരു ടെൻഷനും കാര്യങ്ങളും ഉണ്ടാവും അല്ലെ? ഓക്കെ, 1 മിനിറ്റ് കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ് നമ്മള് ജനറൽ ഓറിയന്റേഷൻ ആണ് പറഞ്ഞത്. ജനറൽ ഓറിയന്റേഷന്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് എംപ്ലോയീസിനെ കുറച്ചും കൂടി കംഫർട്ടബിൾ ആക്കുക, മോട്ടിവേറ്റ് ചെയ്യുക എന്നതാണ്. ഹെൽപ്സ് ദ എംപ്ലോയി ടു ഗെറ്റ് ഫെമിലിയർ വിത്ത് ദ ഓർഗനൈസേഷൻ. ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ആദ്യമായിട്ട് ഓർഗനൈസേഷനിൽ ചെല്ലുമ്പോൾ നമുക്ക് എന്തായാലും ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കുറച്ച് കുറയ്ക്കാൻ ഈ ഒരു ജനറൽ ഓറിയന്റേഷൻ നമ്മൾക്ക് ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്യും. നമുക്ക് ആദ്യത്തെ ദിവസം വെച്ചാൽ ഭയങ്കരമായിട്ട് ടെൻഷൻ ആയിരിക്കും. ഫസ്റ്റ് ഡേ ഞാൻ ആദ്യമായിട്ട് ജോയിൻ ചെയ്ത ഓഫീസിൽ അവിടെ അക്കൗണ്ട് സെഷനിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തത്. സോ ആ ടൈമിൽ എനിക്ക് നല്ല രീതിയിലുള്ള ടെൻഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു. കാരണം നമുക്ക് അറിയില്ല, വർക്കിനെ കുറിച്ച് അറിയില്ല. ഞങ്ങളുടെ സീനിയർ അക്കൗണ്ടന്റ് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ലുക്കൊക്കെയാണ്, പക്ഷെ ആ അക്കൗണ്ടിനെ കുറിച്ച് അറിയില്ല. പക്ഷെ നല്ല രീതിയിൽ നമുക്ക് ഒരു ഓറിയന്റേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരുന്നത് നല്ലൊരു സപ്പോർട്ടാണ്. ഇൻഫർമേഷൻ ഗിവൺ. സാധാരണ ജനറൽ ഓറിയന്റേഷൻ സിറ്റുവേഷനിൽ നമ്മൾ ആ ഒരു ഇൻഫർമേഷൻ, എന്തെല്ലാം ഇൻഫർമേഷൻസ് ആണ് കൊടുക്കാറ്? ഹിസ്റ്ററി ഓഫ് ദ ഓർഗനൈസേഷൻ, നമ്മുടെ ഓർഗനൈസേഷന്റെ ഹിസ്റ്ററിനെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്കും. ബിസിനസ് ഒബ്ജക്റ്റീവ്സ്, നമ്മുടെ ബിസിനസിന്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണെന്ന് പറഞ്ഞു കൊടുക്കും. പോളിസീസ് ആൻഡ് പ്രോസസ്, നമ്മളിവിടെ ഫോളോ ചെയ്യുന്ന പോളിസീസ്, പ്രോസസ്, ഓർഗനൈസേഷന്റെ പ്രോസസ്സും കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരും. എംപ്ലോയി മേ ടേക്ക് ആൻഡ് ടൂർ ഓഫ് ഓർഗനൈസേഷൻ. ഇവിടെ ടൂർ എന്നാണ് പറയുന്നത്. ഓർഗനൈസേഷന്റെ എൻറ്റയർ വിസിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ ആ ഒരു ഓർഗനൈസേഷൻ ഫുൾ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് ഒരു ഓർഗനൈസേഷൻ വിസിറ്റ് കണ്ടക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ചിലപ്പോൾ നമ്മളിപ്പോ വർക്ക് ചെയ്യുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിലാണെങ്കിൽ പോലും നമ്മുടെ ഗുഡ്സും കാര്യങ്ങളൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥലത്തൊക്കെ നമ്മളെ കൊണ്ടുപോയി ഇന്നതാണ് നമ്മുടെ വർക്ക്, ഇങ്ങനെയാണ് നമ്മൾ ഗുഡ്സും കാര്യങ്ങളും പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇതാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു ഓറിയന്റേഷൻ തരാണെങ്കിൽ അത് നല്ലൊരു എന്താ പറയുക, നമുക്കൊരു കുറച്ച് എന്താണ് ഒരു ബെനിഫിഷ്യൽ ആണ്. പിന്നെ നമ്മൾ കൊടുക്കുന്നത് സാധാരണയായിട്ട് ഇനിഷ്യലി നമ്മളൊരു ക്ലാസ് റൂം ട്രെയിനിങ് കൊടുക്കും. നമ്മൾ ഒരുമിച്ച് റിക്രൂട്ട് ചെയ്തിരിക്കുന്ന എംപ്ലോയീസിന് എല്ലാവരും ഒരു ക്ലാസ് റൂമിലെ ലെക്ചർ പോലെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇന്നതാണ് വർക്ക്, ഇന്നത്തെ ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് ഇന്ന ട്രെയിനിങ്സിനാണ് പറയുന്നത്, അതേപോലെ ഇവിടെ ചെയ്യുന്ന വർക്ക്സ് ഇന്നേന്ന് എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് നമ്മൾ ക്ലാസ് റൂം ട്രെയിനിങ് കൂടി കഴിഞ്ഞിട്ടാണ് നമുക്ക് ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് എന്ത് ചെയ്യുന്നത്, നമ്മൾ ട്രെയിനിങ്ങിന് വേണ്ടി വിടുന്നത്. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം ഒരു ഗ്രൂപ്പ് ഓറിയന്റേഷൻ ആണെന്ന് വിചാരിക്കും. ഗ്രൂപ്പ് ആയിട്ടാണ് നമ്മൾ ഓറിയന്റേഷൻ ചെയ്യുന്നത്. നമ്മൾ ആദ്യം തന്നെ കമ്പനിയുടെ എന്താണ് എംപ്ലോയീസിനെ കുറച്ചുകൂടി കംഫർട്ടബിൾ മോട്ടിവേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് കമ്പനി എന്ത് ചെയ്യും, ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യും. മെയിൻ എയിം എന്ന് പറയുന്നത് ഒരു ഫോർമൽ എന്താണ് ഇൻട്രൊഡക്ഷൻ ആണ്, ഓർഗനൈസേഷനെ കുറിച്ചിട്ടുള്ള
ഫോർമൽ ഇൻട്രൊഡക്ഷൻ ആണ്. നമ്മൾ ഫെമിലിയർ ആക്കുക ഓർഗനൈസേഷന്റെ ഹിസ്റ്ററി, അതേപോലെ ഒബ്ജക്റ്റീവ്സ്, അവിടുത്തെ പോളിസീസും പ്രൊസീജിയറൊക്കെ ഒന്ന് ഫെമിലിയർ ആക്കുക എന്നുള്ളതാണ്. ദെൻ അത് കഴിഞ്ഞിട്ട് ഓർഗനൈസേഷണൽ വിസിറ്റും നമ്മൾ കണ്ടക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഓർഗനൈസേഷൻ എന്തെല്ലാം ടൈപ്സ് ഓഫ് ബിസിനസ് കാര്യങ്ങളാണ് കണ്ടക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ദെൻ ക്ലാസ് റൂം നോളജ് കൊടുക്കും. ഒരു ക്ലാസ് റൂം ലെക്ചർ പോലെ നമ്മൾ എന്റെ ക്ലാസ്സിൽ കുട്ടികൾ ട്രെയിനീസിന് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. ദെൻ പിന്നെ എന്താണ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ട്രെയിനീസിനെ നമ്മൾ ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് എന്ത് ചെയ്യും, അപ്പോയിന്റ് ചെയ്യും. ഓരോ എംപ്ലോയീസിനെയും അവരവരുടെ ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് അപ്പോയിന്റ് ചെയ്യും. ദെൻ എന്താണ് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഈച്ച് ആക്ടിവിറ്റി. ആ ഒരു ആക്ടിവിറ്റിയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റ്സിലേക്കും ട്രെയിനിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം ജനറൽ ഓറിയന്റേഷൻ എന്താന്ന്. In this stage, the main aim is to make the employee comfortable and motivated. The main ആയിട്ടുള്ള എയിം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എംപ്ലോയിനെ കുറച്ചും കൂടി കംഫർട്ടബിൾ ആക്കുക, മോട്ടിവേറ്റ് ചെയ്യുക. Him to be serious during the orientation process so that he can easily become customized to the organization. നമ്മൾ ഒരു ഓറിയന്റേഷൻ പ്രോസസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എംപ്ലോയീസ് വളരെ സീരിയസ് ആയിരിക്കും. അത് ആ ഒരു സീരിയസ്നെസ് ഒക്കെ മാറ്റി നമ്മൾ ഈസിലി നമ്മുടെ ഓർഗനൈസേഷനിൽ കസ്റ്റംസും റൂൾസ് റെഗുലേഷൻസ് ഒക്കെ അഡാപ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ജനറൽ ഓറിയന്റേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. എംപ്ലോയീസ് ആർ ഓൾസോ മെയ്ഡ് അവെയർ ഓഫ് ദ ഹിസ്റ്ററി. എംപ്ലോയീസിന് നമ്മുടെ ഹിസ്റ്ററിനെ കുറിച്ചിട്ടും ബിസിനസ് ഒബ്ജക്റ്റീവ്സിനെ കുറിച്ചിട്ടും പ്രോസസ്സിനെ കുറിച്ചിട്ടൊക്കെ ബിസിനസിന്റെ പോളിസീസും പ്രോസസ്സിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ വ്യക്തമായി അവർക്ക് പറഞ്ഞു കൊടുക്കും. He is also take for a visit. ഞാൻ പറഞ്ഞില്ലേ ഓർഗനൈസേഷൻ വിസിറ്റ് കണ്ടക്ട് ചെയ്യും to the whole organization for understanding the business process. അവിടെ എന്തെല്ലാം ബിസിനസ്സും കാര്യങ്ങളാണ് അവിടെ കണ്ടക്ട് ചെയ്യുന്നത് എന്നതിനെ സംബന്ധിച്ച് ഒരു ഓർഗനൈസേഷൻ വിസിറ്റ് കണ്ടക്ട് ചെയ്യും. Initially, classroom knowledge is given for a month and after that he should be placed in the respective departments. ആസ് എ ട്രെയിൻ നമ്മൾ ക്ലാസ് റൂം നോളജ് ഒക്കെ കൊടുക്കും. അതിനുശേഷമായിരിക്കും റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് ട്രെയിനീസിനെ എന്ത് ചെയ്യുന്നത്, അപ്പോയിന്റ് ചെയ്യുന്നത്. ടു നോ ദ പ്രോസസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഈച്ച് ആക്ടിവിറ്റി ഫോർ ദ എൻഡ് റിസൾട്ട്. അപ്പൊ നമുക്ക് ആ ഒരു പ്രോസസ്സിനെ കുറിച്ചിട്ടും അതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ജനറൽ ഓറിയന്റേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഒന്ന് റീഡ് ചെയ്യോ എല്ലാവരും? ഓക്കെ, എല്ലാവരും റീഡ് ചെയ്തോ ജനറൽ ഓറിയന്റേഷൻ? അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആണോ ജനറൽ ഓറിയന്റേഷൻ? ദെൻ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ഓറിയന്റേഷൻസ് ആണുള്ളത്. ഡിപ്പാർട്ട്മെന്റൽ ഓറിയന്റേഷൻ, സ്പെസിഫിക് ജോബ് ഓറിയന്റേഷൻ. ഡിപ്പാർട്ട്മെന്റൽ ഓറിയന്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻട്രൊഡ്യൂസിങ് ദ ന്യൂലി റിക്രൂട്ട് ചെയ്തിരിക്കുന്ന എംപ്ലോയിനെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് അദ്ദേഹത്തിന്റെ വർക്ക് കാര്യങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ് ആണ് ഡിപ്പാർട്ട്മെന്റ് ഓർഗനൈസേഷൻ. എംപ്ലോയിയുടെ റോൾസും റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും. ഓരോ ഡിപ്പാർട്ട്മെന്റ്സിന്റെ റൂൾസും പ്രൊസീജിയറും കാര്യങ്ങളും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഡിപ്പാർട്ട്മെന്റ് ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ട് കുറച്ചും കൂടി ഫെമിലിയർ ആക്കും. പിന്നെന്താണ് ഒരു ബിൽഡ് റിലേഷൻഷിപ്പ്, സീനിയേഴ്സ്, കൊളീഗ്സ്, സബോർഡിനേറ്റ് ആയിട്ട് നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് ഡിപ്പാർട്ട്മെന്റൽ ഓറിയന്റേഷൻ ഹെൽപ്പ് ചെയ്യും. ദെൻ നെക്സ്റ്റ് മെത്തേഡ് ആണ് സ്പെസിഫിക് ജോബ് ഓറിയന്റേഷൻ. നമ്മൾ ഒരു സ്പെസിഫിക് ജോബിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ടാസ്കിന് വേണ്ടിയിട്ടായിരിക്കും ഇൻഡിവിജ്വലിനെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, റിക്രൂട്ട് ചെയ്തിരിക്കുന്നത്.
ആ ജോബിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ ആ ഒരു വ്യക്തിയുടെ അടുത്ത് ക്ലിയർലി നമ്മൾ സ്റ്റേറ്റ് ചെയ്യും. എങ്ങനെ ഹൗ ടു ഡു ദ ജോബ്, എന്ത് മെത്തേഡ് ഫോളോ ചെയ്യണം, ഏത് പ്രൊസീജിയർ ഫോളോ ചെയ്യണം, അതേപോലെ നമ്മൾ ക്ലിയർലി സ്റ്റേറ്റ് ചെയ്യും. Then responsibility and role of expectations are clearly expelled. നമ്മുടെ റെസ്പോൺസിബിലിറ്റി, നമ്മുടെ റോൾസും കാര്യങ്ങളും പറയും. സുപ്പീരിയർ ഗൈഡ് ചെയ്യും. സുപ്പീരിയർ ആയിരിക്കും ഈ സ്പെസിഫിക് ജോബ് ഓറിയന്റേഷനിൽ എംപ്ലോയിനെ ഗൈഡ് ചെയ്യാനായിട്ട് സുപ്പീരിയർ ഉണ്ടാവും. ഇപ്പൊ 3 രീതിയിലാണ് സാധാരണയായിട്ട് ഓറിയന്റേഷൻസ് വരുന്നത്. ജനറൽ, ഡിപ്പാർട്ട്മെന്റ്, സ്പെസിഫിക് ജോബ് ഓറിയന്റേഷൻ. ലാസ്റ്റ് 2 ഞാൻ സ്പീഡിൽ പറഞ്ഞു എന്നുള്ളൂ. ടൈം കഴിയാൻ പോകുന്നത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ 3 ഓറിയന്റേഷനെ കുറിച്ചിട്ടും ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്യാം. ഞാനത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, 3 ഓറിയന്റേഷനെ കുറിച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഓൾ. Thank you, Thank ma'am. you, ma'am.